സുഗതകുമാരിയോടുള്ള ആദരസൂചകമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി നാട്ടുമാന്തോപ്പുകൾ. 2021 രൂപം കൊണ്ട യാസ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ. 2021 രൂപം കൊണ്ട ടൗട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമാർ. ലോകത്ത് ആദ്യമായി മൃഗങ്ങൾക്കായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്തുവാൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി ആനയ്ക്കെതിരെ തേനീച്ച. കേരളത്തിൽ ആദ്യത്തെ ഹരിത ജയിൽ ഏതാണ്? കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് ഗ്രീൻ ഗ്രാസ്. വനം വകുപ്പ് ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ ഏത് ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസം കേന്ദ്രം ഏതാണ്? കുമരകം. 2020 ജനുവരിയിൽ അറബിക്കടലിൽ രൂപമെടുത്ത നിസർഗ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. കേരളത്തിലെ ആദ്യത്തെ നദീ മ്യൂസിയം ഏത് നദിയുമായി ബന്ധപ്പെട്ടാണ് സ്ഥാപിച്ചത്? ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ നദീ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? പൊന്നാനി. എവിടെ വെച്ച് നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിലാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്? സ്റ്റോക്ക്ഹോം. സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ആര് നടത്തിയ പ്രസംഗമാണ് ഐക്യരാഷ്ട്രസഭയെ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചത്? ഇന്ദിരാഗാന്ധി. 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരേ ഒരു ഭൂമി. 2022 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സ്വീഡൻ. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചതിന്റെ 50ാം വാർഷികം ആചരിക്കുന്നത് എന്നാണ്? 2022 ജൂൺ 5. സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് ഏത് വഴിയാണ്? ഇലകൾ വഴി. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകത്തെ അറിയപ്പെടുന്ന പേര് ഹരിതകം. സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് എന്താണ്? വർണ്ണകങ്ങൾ. മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? സാന്തോഫിൽ. ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? കരോട്ടിൻ. ചുവപ്പ് നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റെഫ്ലേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പരാദസസ്യം. വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ അറിയപ്പെടുന്ന പേര് എപ്പിഫൈറ്റുകൾ. കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? പവിഴപ്പുറ്റുകൾ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ അറിയപ്പെടുന്ന പേര് സസ്തനികൾ. കടൽ കുതിരയുടെ മുട്ട വിരിയാൻ എത്ര ദിവസം ആവശ്യമാണ്? 40. കേരളത്തിലെ വാർഷിക മഴ എത്ര സെന്റിമീറ്റർ ആണ്? 300 സെന്റിമീറ്റർ. തമിഴ്നാട്ടിലെ വാർഷിക മഴ എത്ര സെന്റിമീറ്റർ ആണ്? 95.9 സെന്റിമീറ്റർ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭൂപ്രകൃതിയെ എത്രയായി തരം തിരിക്കാം? 3. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ ഏറ്റവും കിഴക്കു ഭാഗത്തുള്ള ഭൂപ്രകൃതി ഏതാണ്? മലനാട്.
സഹ്യപർവ്വത നിരയുടെ ഭാഗമായ കേരളത്തിന്റെ ഭൂപ്രകൃതി ഏതാണ്? മലനാട്. മലനാടിനും തീരപ്രദേശത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത കേരളത്തിലെ ഭൂപ്രകൃതി ഏതാണ്? തീരപ്രദേശം. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ചുള്ള കൃഷിരീതിയെ അറിയപ്പെടുന്ന പേര്? ഹൈഡ്രോപോണിക്സ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ജോൺ ജോസഫ് മർഫി. ഏത് നദിയുടെ തീരത്താണ് 1902 റബ്ബർ കൃഷി ആരംഭിച്ചത്? പെരിയാർ. നദീതടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. വനങ്ങളിൽ വസിക്കുന്ന കുബുദായക് എന്നീ ജനവിഭാഗങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്തോനേഷ്യ. മരുഭൂമിയിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര്? മരുപ്പച്ച. ഏത് നദിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനമുന്നേറ്റമാണ് 1999 കേരളത്തിൽ ജല അതോറിറ്റി സ്ഥാപിക്കാൻ കാരണമായത്? പെരിയാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം? ചിറാപുഞ്ചി. സസ്യങ്ങളിലെ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് എന്താണ്? പൂവുകൾ. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് ഏതിനം തേനീച്ചയാണ്? മെലിപോണ.